ബീഫും നാളികേര കൊത്തിട്ട് വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് മറ്റേ ചേലക്കര ക്രിസ്ത്യാനികളെ വെപ്പാണോ പണ്ടത്തെ? ഇങ്ങനെ വെക്കും. നമ്മുടെ ഷോർട്ട് ഫിലിം അവര് മത്സര വിഭാഗത്തിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ചേർക്കുന്നുണ്ട്. ഇത് പോരാന്നാണ് പറയണത്. ഇതില്ലേ ശരിക്കും ഇതിന്റെ വെപ്പ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ജയദേച്ച് വെക്കുക. നാളെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് വെക്കും. ബ്രെഡ്, ചപ്പാത്തി, പൊറോട്ട, ചോറ് മീനിച്ചുണ്ട്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ഷീല അല്ല ജയന്തി വന്നിട്ടുണ്ട്. ജയന്തി വന്നത് ഇന്നൊരു ഷോർട്ട് വീഡിയോ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ പ്രേമൻ, ശശി, ജയന്തി, നിതിൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കാലത്ത് ഉച്ചയ്ക്ക് ചോറാനായിട്ട് ബീഫ് വയ്ക്കാന്ന് വിചാരിച്ചിട്ട് 2 കിലോ ബീഫ് വാങ്ങി കഷ്ണങ്ങളാക്കി ഇവിടെ വെച്ചു കേട്ടാ. പക്ഷെ വീഡിയോ എടുക്കൽ കഴിഞ്ഞപ്പോൾ 3 മണിയായി. അപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെച്ചു. പയറും ചോറും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പരിപാടി കഴിഞ്ഞപ്പോ 3 മണി. അപ്പൊ ഞങ്ങള് ഇപ്പൊ 3 മണി കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ഫ്രീ ആയി. ഇപ്പൊ കണ്ട റിലാക്സ് ആയി. അപ്പൊ ജയന്തിനെ കൊണ്ട് നമ്മുടെ ജയന്തിയുടെ ഒരു ഫേമസ് ബീഫും നാളികേര കൊത്തിട്ട് വെക്കുന്ന ഒരു പരിപാടിൻ്റെ പരിപാടി അടിപൊളി. അതിൽ ഈ എണ്ണ ഉപയോഗിക്കൂ? എള്ളെണ്ണ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എള്ളെണ്ണ അവസാനം. അപ്പോൾ അതെണ്ണ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കഷ്ണങ്ങളാക്കിയുണ്ട്. ഇനി ജയന്തി പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇറച്ചി കഷ്ണങ്ങളാക്കിയിട്ട് ഞങ്ങൾ ഇവർ ഇത്രയ്ക്കധികം പേരിനെ വെച്ചിട്ട് 2 കിലോ വാങ്ങിച്ചു. സാധാരണ ഞങ്ങൾക്ക് ഒരു കിലോ വാങ്ങിച്ചാൽ മതിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഇറച്ചിയിലേക്ക് ആദ്യം തന്നെ ഇറച്ചി പരട്ടി വയ്ക്കാൻ പോണ്. മഞ്ഞൾപ്പൊടി ഇടുന്നു കേട്ടാ. എന്തായാലും മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇത്തിരി മുളക് പൊടി നല്ലോണം വയ്ക്കണ. 2 സ്പൂൺ ഇട്ടോ. മുളക് പൊടി ഇടുന്നു. 1-2 ടീസ്പൂൺ മതിയാ? കുറച്ചുകൊണ്ട് 2.25 ടീസ്പൂൺ ഇട്ടു. ഗരം മസാല ഇട്ടോ. പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് കേട്ടാ മതി. വേപ്പില. ഇനി ഇടുന്നത് ഉപ്പ് പൊടിയാണ് കേട്ടാ. ഇത് മറ്റേ കളർ ഉപ്പാണ് കേട്ടാ. ഇനി അടുത്തത് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കേട്ടാ. മതിയാ? 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഒന്ന് തിരുമ്പണു. ഇറച്ചിയൊക്കെ വാലാൻ വെച്ചാലും വെള്ളം എന്ന് പറഞ്ഞ സാധനം ഇല്ലേ. പിന്നെ ഇത് മറ്റേ ചേലക്കര കാലത്തെ ക്രിസ്ത്യാനികളെ വെപ്പാണോ പണ്ടത്തെ? ഇങ്ങനെ വെക്കും. തേങ്ങ കൊത്തിട്ടിട്ട് വെക്കും. ഇത് പക്ഷേ വേവിച്ചിട്ട് കുറേ നേരം ചീഞ്ചട്ടിയിൽ കിടന്ന് വരണ്ട് വന്നാൽ ആ തേങ്ങക്കുത്തിന്റെ കറുത്തിട്ട് വരുള്ളൂ. നമ്മുടെ അതിർത്തി തർക്കം കണ്ടിട്ടേ ജയന്തിയുടെ പണ്ട് സ്കൂളിൽ ചേലക്കര സ്കൂളിൽ പഠിച്ചിട്ടുള്ള കൂട്ടുകാരികളൊക്കെ കുറെ പേര് ഭയങ്കര വിളിച്ചു. പല രാജ്യങ്ങളിലൊക്കെ അവര് ഭയങ്കര കമ്പനിയില്ല. സത്യം പറഞ്ഞ അജൂസ് വേൾഡിൽ കൂടെ ഞാൻ എൻ്റെ പുതിയ സുഹൃത്തുക്കളെ കുറേ കിട്ടി. എനിക്ക് പഴയകാല ഓർമ്മകൾ കിട്ടി. അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. ശരിക്കും നമ്മളപ്പോ സ്കൂളിലേക്ക് പോയി സത്യം പറഞ്ഞ ഒരാളെയും മനസ്സിലാവില്ല. വേറെ കാര്യം എത്ര കൊല്ലായില്ലേ? 30-35 കൊല്ലം. 30 കൊല്ലം. 35 കൊല്ലം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടേ. എന്തോ വേണം? ഇട്ടാ മതി. അത് മതി. 2 പിടി നിറച്ച് ചുവന്നുള്ളി ഇട്ടുണ്ട് കേട്ടാ. സബോള ഇടുന്നില്ല ഇതിൽ. സബോള എങ്ങനെ ഇല്ല അല്ലേ? ചുവന്നുള്ളി ഇത് വേവനോട് കൂടിയിട്ട് ഇത് വെന്തുടയുമ്പോ ഒരു കൊഴുപ്പും കിട്ടുമല്ലോ. ജയന്തിയുടെ പാചകത്തിലെല്ലാം ഒരു നേരി വ്യത്യാസങ്ങളുണ്ടാവും. അത് കാരണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സാധനം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അതെ കുക്കറിലേക്ക് ഇനി ഇടാൻ പോകണം. എല്ലാം കൂടി കുക്കറിലിട്ട് നമുക്ക് വേവിക്കാം. അല്ലെങ്കിൽ പിന്നെ വേവിക്കാമെന്ന് കഴിഞ്ഞാൽ പിന്നെ വിറകടുപ്പിൽ നമ്മൾ അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയാക്കണം. ഇത് ശരിക്ക് വിറകടുപ്പിൽ കിടന്ന് ഇങ്ങനെ ബീഫ് വരണ്ട് ചെറുതീയിൽ കിടന്ന് വരണ്ട് വരണം. നിറഞ്ഞു 2 കിലോ ഇല്ലേ? തീയതിക്കല്ലേ? സരിത അവിടെ നിന്നിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. നാളികേര കൊത്തരിക്ക. അപ്പൊ ഞാടാ കത്തിയില്ലേ? കുക്കറിൽ വയ്ക്കുന്നു. ഒരു 8 വിസിൽ നമുക്ക് കൊടുക്കാം. 8ാമത്തെ വിസിലാണ് കേട്ടാ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നീണ്ട വിസിലാ. ഓരോ വിസിൽ മറ്റേ റെയിൽവേ സ്റ്റേഷനിലോ തീവണ്ടി വിസിൽ പറ്റി. ഇങ്ങനെ നീളത്തിൽ ചിലത് കണ്ടമാന നേരം. ഞങ്ങൾ എണ്ണും ചെറുപ്പത്തിൽ തീവണ്ടിയിലേ ഈ
ഇത് വിസിലടിക്കുന്നത് ആദ്യം പോണല് മുമ്പേ അപ്പൊ ഞാൻ എത്ര സെക്കൻഡ് ഉള്ളതാന്ന് എണ്ണും. ഏറ്റവും നീളത്തിലുള്ള വിസിലടിക്കുന്ന ചില തീവണ്ടികളുണ്ട്. ചെറുപ്പകാലത്ത് ഓരോ പ്രാന്തുകള്. ഓഫ് ചെയ്തു. സെറ്റ്. ഇത് വഴന്ന് വരുമ്പോഴേക്കും അതിന്റെ ഇത് പൂണ്ടാവൂലേ? ജയന്തി കുറെ ഉള്ളിയും ഒക്കെ നന്നാക്കി, സരിത നാളികേരം നന്നാക്കി. അങ്ങനെ നീ ഇത് അടപ്പത്ത് വയ്ക്കാൻ പോലല്ല വീണ്ടും. അപ്പോൾ നമ്മുടെ ഈ സാധനം ചൂടാറുമ്പോഴേക്കും നമുക്ക് വഴട്ടാൻ കുറച്ച് സംഗതികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാത്രം നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്ന ഇതിൽ കൊള്ളുന്നു വിചാരിക്കുന്നു. കൊള്ളും ചുരുങ്ങല്ലേ. ജയന്തിയും പ്രേമനും അഭിനയിച്ച ഞാൻ സരിതയ്ക്ക് അഭിനയിച്ച രണ്ടാമൂടെന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം കോഴിക്കോട് മിഠായി തെരുവ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോർട്ട് ഫിലിം അവർ ഇത് ഇതിനെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, മത്സര വിഭാഗത്തിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അത് 25-26 ഡേറ്റിലാണ് ഈ ഡിസംബർ തോന്നുന്നുണ്ട് അവിടെ പ്രദർശിപ്പിക്കാൻ തോന്നും. വലിയ വലിയ ആളുകളൊക്കെ ജഡ്ജിമാർ, വലിയ വലിയ സംവിധായകരൊക്കെ, സിനിമ സംവിധായകരൊക്കെ ജഡ്ജിമാർ. ഷാജുവും കാര്യാൽ, പി സുകുമാർ, പിന്നെ ബിജുമേന ഇന്ദ്രൻസൊക്കെ അവതാരിക പറയുന്നുണ്ട് അതിനെ കുറിച്ചിട്ട്. മത്സരത്തിലേക്ക് നിങ്ങളുടെ ഷോർട്ട് ഫിലിം കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ അതൊക്കെ ഉണ്ട്. കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിക്കണ്ടേ അല്ലേ? അതേ വെള്ളം വറ്റി അത് ചൂടായി. അപ്പം നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഈ ബീഫ് വേപ്പിലേക്ക് മെയിനായിട്ടുള്ളത് ഉള്ളിയാണ്. ഉള്ളി നോക്കിയത് ഇതന്നെ ജയന്തി ഒരു 550 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 200-200 അടുത്ത് ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം മൊത്തം ഒരു 3/4 കിലോ ഉള്ളി നമ്മൾ ഈ ബീഫിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് പോരാന്നാണ് പറയേണ്ടത്. ഇത് വഴന്ന് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ. ആ ഉള്ളിയിലാണ് ഇതിൻ്റെ ഇത്. അതുകൊണ്ട് കൂടിയിട്ടാണ് ഇത് പറയുന്നത് ഗംഭീര ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളി ഉള്ളി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്തിന്റെ കുഴപ്പം? അരിഞ്ഞിട്ട് നടുകേറി വേഗാവാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഇടാറ പതിവ്. ചതച്ചിട്ടിട്ട് കാര്യമില്ല. ഓരോന്നിനും ഓരോ ടേസ്റ്റ്. ജയന്തീര ശൈലി ഇതാണ്. ജയന്തീര അപ്പച്ചൻ ബീഫ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് എണ്ണയിൽ വറുത്തെടുക്കുന്നു. വെടിയിറച്ചിയുടെ സ്വാദം. പണ്ടത്തെ ക്രിസ്ത്യൻ രീതി. കുന്നംകുളംകാരനല്ല ആള്. കുന്നംകുളംകാരൻ. അമ്മ തിരുവിതാംകൂർ. രണ്ടും കൂടി പക്ഷെ മിക്സ് ചെയ്യണം. പക്ഷെ എനിക്ക് പണ്ടല്ലേ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് കട്ടപ്പനയിൽ ഒരു കല്യാണത്തിന് പോയിരുന്നു. കട്ടപ്പനയില് അതിപ്പോഴല്ലേ 2009 കല്യാണത്തിന് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടെ ഈ ഉണക്കറച്ചിയില്ലേ അതുണ്ട്. അത് കല്യാണത്തിനുണ്ട്. ഒരു വിഭവമാണ് ഉണക്കറച്ചി. ഇങ്ങനെപ്പെട്ട എനിക്ക് അതിന്റെ അവിടുത്തെ മണം അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്നറിയില്ല ഉണക്കറച്ചിയിലെ കല്യാണത്തിന്. പക്ഷെ എനിക്കത് എന്തോ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടുന്ന് ഇങ്ങനെ പോരുമ്പോ വഴിവെക്കളിലൊക്കെ ഉണക്കറച്ചി വിൽക്കാൻ കണ്ടമാനം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഭയങ്കര ഡിമാൻഡല്ലേ ഈ ഉണക്കറച്ചി. ഹൈ റേഞ്ച് ഏരിയകളിലെ കോട്ടയംകാരും ഇവരൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നീ നന്നായി വാടണല്ലേ? വാടട്ടെ. സരിത നാളികേരം കുത്തും ഉള്ളിയുടെ തൊലിയും കൊണ്ടിട്ടുണ്ട്. ഉള്ളിയുടെ തൊലി ഇങ്ങനെ ഇതിലേക്ക് കണ്ടത് നോക്കിയേ. ഉള്ളിയുടെ തൊലിയാണ് കളഞ്ഞത്. നമുക്ക് ഒരു ഉള്ളിലേക്കത്തിൻ്റെ ഒരു വലിയ ഇത് ഉണ്ടാക്കാൻ പറ്റും. അതും കൂടെ കോഴികൾ തിന്നും. അല്ല കോഴികൾ തിന്നും. അവിടെ ഇട്ട് കൊടുത്തേക്കേ. പുതിയ ആളാ. എവിടെ കഴുത്തിട്ട് വെപ്പില്ലാത്ത കോഴി? എല്ലാവരും കൂടി കൊത്തി പറിക്കതിൽ തന്നെയാവും കഴുത്തിൽ വെപ്പില്ലാത്ത കോഴി ഇറങ്ങിയത്. അതെല്ലാ കോഴിയിലും കൂടിയിട്ട് പെട്ടടിക്കുന്നതാണ് കണ്ടാ. ഈ കോഴികള് പരസ്പരം കൊത്തുകൂടുന്നുണ്ട്. കോഴികളെ ഞങ്ങൾ അഴിച്ചിട്ടൊക്കെ ഇവിടെ കേട്ടാ. കുറച്ച് നേരത്തേക്ക് കോഴി കൂട്ടി ഞങ്ങൾ അഴിച്ചിട്ടൊക്കെ. അപ്പോൾ ഇവരൊക്കെ ഇട്ട് നടന്നോളും. ഉള്ളിത്തോട് മുഴുവൻ അവർ തിന്നുണ്ട് കണ്ടാ. തിന്ന കോഴികളാ. വാടി ഒരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മുഴുവൻ ഇടാല്ലേ. ഇത് ഇത്തിരി നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ. ഇഞ്ചിയൊക്കെ നമ്മുടെ ഇഞ്ചിനെ കേട്ടാ. പച്ചമുളക് ഉപയോഗിക്കില്ലല്ലേ? പച്ചമുളക് ഉണ്ടോ? വേണമെങ്കിൽ അതൊക്കെ നമ്മൾ എടുക്കാറാവില്ലേ? എടുക്കുമ്പോ വെറുതെ ഭംഗിക്ക് ഇങ്ങനെ അല്ലാതെ വേണ്ട. വെളുത്തുള്ളി ഇടുമ്പോ വെച്ചിട്ടുണ്ടെങ്കിലേ അടിയില് ചെറുതായി പിടിക്കും കണ്ടാ. അത് പക്ഷെ അപ്പൊ നമ്മള് കഴിയുമ്പോ അപ്പൊ നമ്മൾ ഈ സാധനം കൊണ്ട് ഇളക്കേണ്ടി വരും കണ്ടാ.
വെളുത്തുള്ളി ചതച്ചിട്ടില്ല ഇട്ടോണത്. കുനുകുനെ അരിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ അടി പിടിക്കില്ല. തീ കുറയ്ക്കാം. അപ്പൊ ഇതുകൊണ്ട് ഇളക്കാൻ മതി. ചതച്ചിട്ട് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ അത് മുരിഞ്ഞു കഴിയുമ്പോ പോന്നോളൂ. മുരിഞ്ഞ് കഴിയുമ്പോ വിട്ടു പോരും. അതുവരെയുള്ളൊരു തീ പോയിന്റെ തോന്നാ പോയിട്ടില്ല. ശശി അവിടെ വന്നിട്ട് മറ്റേ കേട്ട തൂണ് വന്നിട്ട് ആടാ ശശിയേട്ടനെ ഒന്നാം തരം ഗായകനാട്ടാ. സൂപ്പറായിട്ട് പാട്ട് പാടും. അപ്പൊ ഇപ്പൊ ഒരു പാട്ട് പാടാന്ന് ചോദിച്ചപ്പോ വലിയ പോസ് കാണിച്ചു അവിടെ. പാട്ടുകാരൊക്കെ അങ്ങനെ തന്നെയല്ലേ. എന്നോട് പാട്ട് പാടാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ പാടാം. ആ ശരി, ജയന്തേച്ചി പഠിക്കാം. ചേട്ടാ ഞാൻ പാടൂട്ടാ. അയ്യോ, എന്നാ പീച്ചില് പോയിട്ട് പാടിയില്ല. അതേതായിരുന്നു ആ വീഡിയോ കണ്ടിട്ട്? അയ്യോ, അതേത് പാട്ടാ ചേച്ചി പാടിയത്? ഓർമ്മയുണ്ടോ? കുണ്ടിലെ പാർവമേ അമൃതാമൃതാമൃതാമൃതിഷ്ടേ, അതാണോ? മേക്കപ്പ് ചെയ്യാൻ പോയിക്കാ. 3 പേരും അക്ഷമരായിട്ട് ബീഫ്. 3 പേരല്ല, ശശിയേട്ടൻ പ്രാന്തായോട് എണ്ണി പറക്കി പോവാ. ആ വീഡിയോ രാവിലെ എടുക്കണതിന്റെ ഇടയിൽ കൂടെ അത് വെക്കിയിരുന്നില്ലേ? കൊറേ നേരം ഇത് തീയോ അല്ല, ഇത് പോയിട്ടാ തുറന്നു കഴിഞ്ഞാ നോക്കി വെന്തോന്ന് തുറക്കാം. എന്തെങ്കിലും ഇനി വിസിലടിപ്പിക്കേണ്ടി വരും. നിന്നിലേ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നുമിൻ. വായൊന്ന് ഈ പാട്ട് പാട് പ്ലീസ്. ഹർഷഭാഷ്പം. ഞാൻ തേങ്ങ കുത്തിടാം. ആണോ? ചേട്ടാ തേങ്ങ കുത്തിടാവേ. മേക്കപ്പ് ചെയ്ത് മുടിയൊക്കെ ഇരി വന്നിരിക്കുകയാണ് നമ്മുടെ ചേട്ടൻ. മണം ഇങ്ങട് വന്നിട്ട് അല്ലേ, മണം ഹഠാത് ആകർഷിക്കുന്നു. പ്രേമേട്ടൻ ബീഫ് വാങ്ങാൻ പോയിട്ട് അല്ല പൊറോട്ട വാങ്ങാൻ പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങണ്ടായിരുന്നല്ലോ. ഇട്ട് പോയാ പിന്നെ പൊറോട്ട വാങ്ങിക്കാ പാര പോയേ. പൊറോട്ട മേടിക്കണോ? കണ്ടാ ഒന്നും കേട്ടിട്ടില്ല. ആ പോയിണ്ടെന്നല്ല ചേച്ചി വെച്ച് പറഞ്ഞേ. ഇത് പാവും. അതാവുമ്പോഴത്തേ ഒരു പാട്ട് പ്രശ്നങ്ങള് ഞാൻ പാടുന്നത് കേട്ടിട്ടുണ്ടല്ലോ കൊറേ പഴയ പാട്ട്. കുമ്പിട്ട് തൊഴിലൊന്നും വേണ്ട, അതല്ലാണ്ട് വേറെ പാട്ട്. ഇത് ഭാവാഭിനയം വേണ്ട പാട്ട്. അപ്പൊ ഞാൻ പറയാം. ഞാൻ പാട്ടോട്ട് ചേട്ടാ. അല്ല, എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. ഇപ്പൊ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് മുരിഞ്ഞോട്ട് പൊടികളിടാറായി. മുളക് പൊടി വീണ്ടും ഇടണം കേട്ടാ. എത്ര എണ്ണം? കുറച്ച് അത്ര മതി. ഇനി എന്ത് പൊടി ഇടണ്ട? മഞ്ഞപ്പൊടി ഒരു തരിട്ടോ മതി. മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം ഇടണോ? മല്ലിപ്പൊടിയും ഗരം മസാലയും. മല്ലിപ്പൊടി ഇടണോ? എത്ര? കുറച്ചും കൂടി ഇട്ടോ. കുറച്ചും കൂടി. മല്ലിപ്പൊടി അതിൽ ഇട്ടിട്ടില്ലല്ലോ. ഗരം മസാല ഇട്ടോ. ഇല്ല കുരുമുളക് പൊടി അവസാനം ഇടാം. കുറച്ചുകൂടി ഗരം മസാല പൊടി ഇടണം കേട്ടോ. മിക്സ് ചെയ്യാം. ഇത് ഹൈറ്റ് ഉണ്ട് സാധനം. സ്റ്റിക്കിന്റെ പാത്രത്തിലാണോ ഉണ്ടാക്കാറ്? ഉരുളിയിൽ ഇൻഡാലിയത്തിന്റെ ഇവിടെ ഉണ്ട് ഉരുളി. ഇനിയിപ്പോ ഇതായിരിക്കുമ്പോൾ ഒന്ന് ഇളകും. അടി ഇളകൂല്ലോ. ചായ വെക്കട്ടെ പ്രേമേട്ടാ? കുറച്ച് കഴിഞ്ഞിട്ട് മതി. വേണ്ടിയിരിക്കും ചിലപ്പോ. ചേച്ചിക്ക് വേണോ? ഇടാറായി തുടങ്ങി ഇറച്ചി. ഒന്ന് മൂത്തോട്ടെ. പൊടി മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറച്ചി തട്ടാം. അതേ നമ്മളിത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ഇറച്ചി തട്ടാം. ഇത് കൊള്ളുന്നു ചോദിക്കണ്ട. വെള്ളം കുറച്ചുണ്ട് കേട്ടോ. ഇറച്ചിട്ട് വെള്ളമാണ്. കൊള്ളല്ലോ. ഇവൻ ഇവിടെ കിടന്ന് മെല്ലെ മെല്ലെ വലിഞ്ഞ് വറ്റി വലിഞ്ഞ് ഇവനിങ്ങനെ കറക്കും. സെറ്റാവും. കുറച്ച് സമയം പിടിക്കും. പക്ഷെ വേഗമാവും. അപ്പോഴേക്ക് സരിത ചായ ഉണ്ടാക്കി കൊണ്ടുവരട്ടെ. ഇതുകൂടി ഇരിക്കട്ടെ.
വേപ്പിലിടണം ഇതിനി അത് പിന്നീടാ ലാസ്റ്റ് അല്ലേ പെരിഞ്ചീരകം ചതച്ചടാ വെറുതെ ഒന്ന് ഇങ്ങനെ കുത്തിച്ചാച്ചിട്ടിടാം അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ തിരുമ്പിയിട്ടിടാം. തിരുമ്മിട്ടിടാം. ഓക്കെ ഒരു 10 മിനിറ്റോളായി വെച്ചിട്ട് ഇപ്പൊ ചാറ് നോക്കിയാൽ വറ്റി കണ്ട വറ്റി വന്നു തുടങ്ങി. കുറഞ്ഞു വന്നു തുടങ്ങി. സാധനം ഗ്ലാമർ കൂടി വന്നു തുടങ്ങി. ചെറിയൊരു തീയിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആ വലിയ തീയില്ല, ഒരു മീഡിയം തീ. നമ്മളത് എങ്ങനെ ഇളക്കി ജയന്തി ഇപ്പൊ ഒരു 3/4 മണിക്കൂറായി. ഇതില്ലേ ശരിക്കും ഇതിന്റെ വെപ്പ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ജയന്തി വെക്കുക. നാളെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് വെക്കും. ഇന്ന് വൈകുന്നേരം ഇത് വെച്ചിട്ട് രാത്രി കിടക്കണ വരെ ഇങ്ങനെ ഇളക്കിയിട്ട് പിന്നെ ഓഫ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നേരം വെളുത്ത് കഴിഞ്ഞാൽ തീ കത്തിച്ചിട്ട് ഇളക്കി സിമ്പിളിട്ട് അതിനെ വരട്ടി ഇങ്ങനെ ഡ്രൈ ആക്കി ഇടും. സൂപ്പർ ടേസ്റ്റ് ആണ്. ഇപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനെ വരട്ടിയിട്ട് ഇനി ഒന്നും തൊടാത്ത പരുവത്തിലാക്കി ഇടും. നല്ല കറുത്തിരിക്കും ഈ സാധനം. കഴിഞ്ഞ അത് വരണ്ട് വരുമ്പോ അതെ അപ്പൊ നമ്മള് കുറച്ച് കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ. കുരുമുളക് പൊടി കുറച്ചിടുന്നു. പിന്നെ ഇടുന്നത് കുറച്ച് പെരിഞ്ചീരകം തേങ്ങന പെരിഞ്ചീരകം കേട്ടാ. ഒന്നുകിൽ നമ്മുടെ ഉള്ളി ചതക്കണേൽ ഒന്ന് കുത്തിച്ചതച്ചിടാം, അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിന്നെ കുറച്ച് കറിവേപ്പില വേപ്പിലിട്ടിട്ട് ഇതിനെ അവസാനിപ്പിക്കാൻ പോവാണ് ഞങ്ങള്. പിന്നെ 2 പച്ചമുളക് ഭംഗിക്ക് വേണമെങ്കിൽ പച്ചമുളക് പെരിഞ്ചീരകം വരുമ്പോ ഫ്രഷ് മണം വരും. പിന്നെ മസാലപ്പൊടിയുടെ മണം, മസാലപ്പൊടി വേണ്ട. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വെപ്പ് എന്ന് പറയണത് പകുതി ആയിട്ടുള്ളൂ കേട്ടാ. ഡ്രൈ വരണം. നാളത്തേക്ക് ഇത് ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങള് കാണിച്ചു തരുന്നുണ്ട് വേറെ ഏതെങ്കിലും വീഡിയോ. അന്നത്തെ ബാക്കിയാണ്. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത പ്ലേറ്റ് ആണ് ഇട്ടത്. ഭയങ്കര ടേസ്റ്റ്. നല്ലൊരു കുഴമ്പ് പരുവത്തിൽ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ പൊറോട്ടയ്ക്കൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആ ഒരു പരുവാകുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം അല്ലേ? എന്നിട്ട് ഒരു പൊറോട്ട വെക്കുക. അതെ, എന്നിട്ട് ആ ബീഫ് ഇടുക. എന്നിട്ട് ഒരു പൊറോട്ടയും കൂടി വെക്കുക. വെച്ചാ മതി, കഴിക്കണ്ട. എന്നിട്ട് ഇങ്ങനെ വെള്ളം വന്നല്ലോ. അതിന്റെ ചാറും കൂടെ ഒഴുകി ആ പൊറോട്ട എടുത്ത് കഴിക്കുമ്പോ ഉണ്ടല്ലോ മോനെ, പിന്നെ ചുറ്റിലുള്ള ഒന്നും കാണില്ല. വിളമ്പിയ പ്ലേറ്റിലായ കാരണം ഞങ്ങൾ കഴിച്ച പ്ലേറ്റിലായിരുന്നു നമുക്ക് ഇനി കഴിക്കാനുള്ളത്. ടേസ്റ്റ് പുതിയ ഇതിൽ കിട്ടിട്ടു. ഞാൻ ഇതിലത്തെ നാളികേര കൊത്തെടുക്കുന്നു. എനിക്ക് ഇതിലത്തെ നാളികേര കൊത്താണ് ഏറ്റവും ഇഷ്ടം. അല്ലേ? നാളികേര കൊത്തല്ല, ഇത്തിരി നെയ്യ് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നാളികേര കൊത്തില് ആ നെയ്യ് പിടിച്ചിട്ടുണ്ടാവൂല്ലോ, ഭയങ്കര ടേസ്റ്റ് അല്ലേ? ബ്രെഡ്, ചപ്പാത്തി, പൊറോട്ട, ചോറ് മീനിച്ചുണ്ട്. ഇത് ഇത്തിരി ഉരുളിയിലിട്ടിട്ടാണെങ്കിലേ ഇങ്ങനെ ഒന്ന് തൊടാണ്ട് ഇങ്ങനെ പരന്ന് കിടന്ന് ഇങ്ങനെ ഉരുളിയിലാക്കായിരുന്നു. ഇനിയിപ്പോ കഴിച്ചിട്ട് വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ അത് ഉരുളിയിലിട്ടിട്ട് അങ്ങനെ ആക്കാം. അതെ, നാളെ കാലത്ത് വന്നിട്ട് കാണിച്ചു തരാം. അടിപൊളി സാധനം കേട്ടോ. ഇപ്പൊ നാളെ കാലത്ത് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വീണ്ടും ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു ബാക്കി ഉണ്ടെങ്കിൽ. നിർത്താം. ബൈ.